ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു റെമഡിയുമായിട്ടാണ്. ഈ ഒരു കൂട്ട് തേച്ച് നോക്കൂ, നമ്മുടെ മുടി ഇരട്ടിയാകുന്നതായി കാണാം. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു 3 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ രാത്രിയാട്ടോ ഇങ്ങനെ കുതിരാൻ വെക്കണേ. നന്നായി ഇളക്കി അടച്ചു വയ്ക്കാം. രാവിലത്തേക്ക് ഉലുവയെല്ലാം കുതിർന്ന് അരച്ചെടുക്കാൻ പാകമായിരിക്കും. ഇനി നമ്മളുണ്ടാക്കുന്ന കൂട്ടിലേക്ക് കറ്റാർ വാഴ കൂടി ചേർക്കേണ്ടതുണ്ട്. കറ്റാർ വാഴ നന്നായി കഴുകി അതിൻ്റെ മഞ്ഞക്കറ എല്ലാം കളഞ്ഞ് ഒന്ന് ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട്. കറ്റാർ വാഴ നമ്മുടെ മുടിയെ മിനുസമുള്ളതാക്കി മാറ്റുന്നു. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ആവണക്കെണ്ണയാണ് കേട്ടോ. ആവണക്കെണ്ണ നമ്മുടെ മുടിയെ നല്ല ബലമുള്ളതാക്കി മാറ്റുന്നു. മുടി കൊഴിച്ചിൽ തടയുന്നു. ഈ എണ്ണ ഒരിക്കലും നമ്മുടെ മുടിയിൽ നേരിട്ട് പുരട്ടരുത്. വെളിച്ചെണ്ണയുടെ കൂടെയോ മറ്റ് എണ്ണകളുടെ കൂടെയോ ചേർത്ത് മാത്രമേ പുരട്ടാവൂ. ഇതൊരു തരം കട്ടിയുള്ള എണ്ണയാണ്. ഈ എണ്ണ സാധാരണ കേരളത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇത് നമ്മുടെ തലമുടി ഇരട്ടി വളർച്ച ഉണ്ടാകാൻ സഹായിക്കുന്നു. കണ്ടോ, ഒരു തരം കൊഴുത്ത എണ്ണ, നെയ്യ് പോലെ ഉണ്ടല്ലേ. ഇനി ഈ കൂട്ടിലേക്ക് ആവണക്കെണ്ണ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കറ്റാർ വാഴ, അടുത്തതായിട്ട് കറിവേപ്പില 1 പിടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരട്ടെ. കറിവേപ്പില നമ്മുടെ മുടിയെ നല്ല കറുപ്പാക്കി മാറ്റാൻ സഹായിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് അരച്ചിട്ട് വരട്ടെ. ഈ പരുവത്തിലാണ് കേട്ടോ എനിക്ക് കിട്ടിയ. നല്ല പച്ച കളറല്ലേ, കറ്റാർ വാഴയുടെയും കറിവേപ്പിലയുടെയും കളറാ. ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കൂട്ട് റെഡി. ഇനി ഇത് മുടിയിൽ തേച്ച് കൊടുക്കാം. കുറച്ചായി എടുത്തിട്ടേ മുടിയിലൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണേ. മുടിയുടെ ബാക്ക് സൈഡിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. കുളിക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നേ തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇത് തേച്ച് കൊടുക്കുമ്പോഴേ ഡ്രസ്സിലൊക്കെ വീഴുന്നുണ്ട്. മുടിക്ക് അടിപൊളിയാട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മുടി നല്ല പട്ട് പോലെ തിളങ്ങുന്നത് കാണാം. മുടിയുടെ സ്കാൽപ്പിൽ മാത്രമല്ല, മുടി മൊത്തത്തിൽ തേച്ച് കൊടുക്കണേ. മുടിയിൽ തേച്ച് പിടിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതാട്ടോ. എനിക്ക് പിന്നെ ഇവിടെ ആരും ഇല്ല. മകനോട് പറഞ്ഞാൽ അവൻ എന്നെ ഓടിക്കും. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. നോക്കിക്കേ, കണ്ടോ മുടിയുടെ വ്യത്യാസം കണ്ടോ? മുടി ഇരട്ടിയായി അല്ലേ. കൂട്ടിൽ ചേർത്ത കഞ്ഞിവെള്ളം നല്ലൊരു കണ്ടീഷണറാണ്. അത് നമ്മുടെ മുടിയെ ക്ലീനാക്കി മാറ്റുന്നു. പിന്നെ ഉലുവയാണ് നമ്മുടെ മുടിയെ ഉള്ളുള്ളതാക്കി മാറ്റാൻ സഹായിക്കണേ. കറ്റാർ വാഴ മുടിയെ നല്ല മിനുസമുള്ളതാക്കി മാറ്റുകയും കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കുകയും ചെയ്യുന്നു. ആവണക്കെണ്ണ മുടിയെ ബലപ്പെടുത്തി മുടി കൊഴിച്ചിൽ തടയുന്നു. ഈ കൂട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം പുരട്ടി കൊടുക്കാം കേട്ടോ. എണ്ണകളൊന്നും മുടിയിൽ പുരട്ടി കൊടുക്കണ്ട. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഈ കൂട്ട് മാത്രം പുരട്ടി കൊടുത്താൽ മതി. അടിപൊളിയാട്ടോ റിസൾട്ട്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ഇതിപ്പം നല്ല മഴയാണ് കേട്ടോ.
പാലൊക്കെ കുടിച്ച് നമ്മുടെ പൂച്ചക്കുട്ടികൾ സുഖമായിരിക്കുന്നു. ഇവരുടെ കളികൾ കണ്ടാലേ സമയം പോണതേ അറിയില്ല. കുറുമ്പന്മാരാ. സുന്ദര, എന്നാ കഴിച്ചോടാ? വേണ്ടേ? കഴിച്ചോ? ആ